അപ്പം നമ്മൾക്ക് വെച്ച് താമസിക്കുന്നില്ല. ഞാൻ എഡിറ്റ് ചെയ്യാനുള്ള സൗകര്യക്കുറവ് കൊണ്ട്, അതായത് സമയക്കുറവ് കൊണ്ട് ഞാൻ ഈ ലാപ്ടോപ്പിനകത്ത് തന്നെയായിരിക്കും നിങ്ങളോടൊപ്പം തന്നെ ഇത് റിയാക്ട് ചെയ്ത് പോവുകയായിരിക്കും. കാരണം ഇത് 2 പാർട്ടായിട്ട് ഇറക്കിയ വീഡിയോ ആണ്. അതായത് 24ന്റെ ജനകീയ കോടതി. അതില് ഹാഷ്മി നമ്മുടെ അഖിൽ മാരാറിനെ എടുത്തിട്ട് ഉടുക്കുന്നുണ്ട്. എടുത്തിട്ട് ഉടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല, വിളിച്ചു വരെ തൂക്കി വിട്ടെന്ന് പറഞ്ഞാൽ മതി. എന്നുവെച്ചാൽ ഹാഷ്മി വെക്കുന്ന ഓരോരോ ചോദ്യം അതിനെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അഖിൽ മാരാറിന് കഴിയില്ല. കാരണം അദ്ദേഹത്തിന്റെ ഓവർ കോൺഫിഡൻസ് ആയിരിക്കും. മേ ബി അത് തന്നെയാണ്, മേ ബി അല്ല അത് തന്നെയാണ്. അപ്പൊ ഓവർ കോൺഫിഡൻസ് ആയിട്ട് വന്നതുകൊണ്ട് തന്നെ പുള്ളിക്ക് അത് ഓരോ കൗണ്ടർ അടിക്കുമ്പോഴും അതിന്റെ സബ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോഴും അതിന് തക്കതായിട്ട് കൗണ്ടർ അടിച്ച് ഹാഷ്മിയുടെ അടുത്ത് നിൽക്കാണ്ട് പറ്റുന്നില്ല, അഖിൽ മാരാർക്ക് പറ്റുന്നില്ല. അപ്പൊ നമ്മൾ വെച്ച് താമസിക്കുന്നില്ല. അപ്പൊ എന്തൊക്കെയാണ് ഇതിനകത്ത് വന്നേക്കുന്നത്, ഓരോ പാർട്ട് ബൈ പാർട്ട് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ചിരിച്ചുകൊണ്ട് മാത്രം കാണാൻ പറ്റുന്ന ഒരു സംഭവമാണ്. ഏകദേശം 1 മണിക്കൂർ മിച്ചുണ്ട്, 1 മണിക്കൂർ 34 മിനിറ്റോളം ഉണ്ട് ഈ സംഭവം. അപ്പൊ ഈ കാര്യം നമുക്കൊന്ന് കണ്ടു നോക്കാം. രാഷ്ട്രീയം വിവാദം ചോദ്യങ്ങളുടെ വിവാദമാണ്. ഒരു വർഷം ഇതേ ജില്ലയിലിരുന്നാണ്, 1.5 വർഷം മുമ്പ്. അന്നിരിക്കുമ്പോ അഖില് ഒരു ജാക്കറ്റ്, ഫ്ലൈ പോസ്റ്റ്, യോയോ, ഇനിയിപ്പോ വെള്ളയും സാത്വിക വേഷതായി വേഷം മാറാൻ നിമിഷങ്ങൾ പറയുന്നത്. യഥാർത്ഥത്തിൽ അഖിൽ ഇപ്പോൾ എന്താണ്, ആരാണ്, എവിടെയാണ്, അന്നും ഇന്നും അഖിൽമാരാർ തന്നെയാണ്. ഞാൻ നമ്മുടെ സ്വത്വബോധത്തിൽ എനിക്ക് ശരികളെന്ന് തോന്നുന്ന വിഷയങ്ങൾ ഉറച്ചു നിന്ന് അഭിപ്രായങ്ങൾ മാറിയത് ശരികൾ മാറുന്നത് കൊണ്ടാണ്. ആ ശരികളിൽ ഉറച്ചു നിൽക്കുന്നു, അഖിൽമാരായി തുടരുന്നു. അന്ന് വരുമ്പോൾ ബി ജെ പി വിരുദ്ധം പറഞ്ഞാൽ ഇപ്പോഴും ബി ജെ പി വിരുദ്ധനാണോ, ബി ജെ പിക്കാരനാണോ? ഉണ്ടോ? ഞാൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സമയത്ത് ഒരു ഇന്റർവ്യൂ കൊടുത്തിരുന്നു. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സമയത്ത് ഒരു ഇന്റർവ്യൂ കൊടുത്ത സമയത്ത് എന്നോട് ചോദിച്ചൊരു ചോദ്യം, ഭയങ്കര കോൺഫിഡന്റ് ആയിട്ടാണ് അളിയൻ വന്നിരിക്കുന്നത്. വെള്ളയിട്ട് ഒരു തനി രാഷ്ട്രീയക്കാരൻ എന്നുള്ള ലെവലിലേക്കാണ് വന്നിരിക്കുന്നത്. പക്ഷെ ആദ്യം തന്നെ പുള്ളിയുടെ നിലപാടിനെ കുറിച്ചാണ് പറയുന്നത്. നിലപാട് എന്ന് പറയുമ്പോഴത്തേക്ക് അപ്പൊ ശരിയെന്ന് തോന്നുന്നു, അപ്പം എന്റെ നിലപാട് മാറ്റും, അപ്പൊ ശരികൾക്കൊപ്പമാണെന്നാണ് പറയുന്നത്. പക്ഷെ ഈ ഒരു പരിപാടിയില് പുള്ളി മിനിറ്റിനാണ് നിലപാട് മാറ്റി കളിച്ചത്. അപ്പൊ 2 മിനിറ്റിൽ എത്ര നിലപാടുണ്ടായിരുന്നു എന്ന് അറിയത്തില്ല. അപ്പൊ അതില് ഇദ്ദേഹം എടുത്തിടുന്ന കോട്ട് ചെയ്യുന്നത് നമ്മുടെ ഗാന്ധിജിയിലും സുഭാഷ് ചന്ദ്രബോസിനെയൊക്കെയാണ് കോട്ട് ചെയ്തിടുന്നത്. അതാണ് എനിക്കൊന്നും മനസ്സിലാകത്തില്ല. എനിക്ക് തന്നെ തല പുകഞ്ഞു പോയി ഇതെന്താ. പക്ഷെ ചിരിക്കാണ്ട്, ഒരുപാട് ചിരിക്കാണ്ട്. ജനകീയ കോടതിക്ക് അപ്പുറം ഇതൊരു ജനകീയ കോമഡി എന്നുള്ള ഒരു ലേബലിലോട്ട് പോയ ഒരു സംഭവമാണ് ഇത്. എന്താണേലും അഖിൽമാരാർ ഇപ്പൊ വന്നിട്ട് ഇതിങ്ങനെയല്ല, എന്നെ ചതിച്ചതാണ്, മറ്റാണ്, മഹാബലിയാണെന്നൊക്കെ പറഞ്ഞ് വന്നിട്ടുണ്ട്. ഒരു രക്ഷയില്ല. പക്ഷെ ഈ ഒരു സംഭവത്തിൽ, ഈ ഒരു പരിപാടിയിൽ അഖിലിനെ തൊലി ഉരിച്ചു വിട്ടെന്ന് പറയാം. അമ്മാതിരി പ്രകടനമായിരുന്നു. ഒരിക്കലും ബി ജെ പിയിലേക്ക് പോകില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്തിനാണ് ബി ജെ പി പാളയത്തിലേക്ക് പോയത്? അതുകൊണ്ട് ഞങ്ങൾ എടുത്ത് പറഞ്ഞത്, അവിടെ ഞാൻ പോയത് ബി ജെ പിയിലേക്കല്ല. ഞാൻ ബി ജെ പി പോകില്ല എന്ന് പറഞ്ഞെങ്കിൽ ഞാൻ ബി ജെ പിയിലേക്ക് പോയിട്ടില്ല. അപ്പൊ ഞാൻ അവർ പറഞ്ഞു അഭിപ്രായങ്ങൾ പലതും മാറ്റിയില്ലെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഏത് അഭിപ്രായമാണ് മാറ്റിയത്? അപ്പൊ രാമക്ഷേത്രത്തിൽ ഞാൻ ഒരിക്കൽ പോകില്ല എന്ന് പറഞ്ഞു. നിങ്ങൾ എന്നോട് ഇപ്പോഴും ചോദിക്കൂ, ഞാൻ രാമക്ഷേത്രത്തിൽ പോകില്ല. അത് തെരഞ്ഞെടുപ്പ് സമയത്ത് ഞാൻ കൊടുത്ത ഇന്റർവ്യൂ പറഞ്ഞതാണ്. വിശ്വസിക്കേണ്ട, പുള്ളി ചിലപ്പോൾ മേ ബി ഒരു വർഷത്തിനിടയിൽ ചിലപ്പം രാമക്ഷേത്രത്തിൽ പോയിരിക്കാം. ബി ജെ പി പോകത്തില്ല എന്ന് പറഞ്ഞു. ഇപ്പം ബി ജെ പിയിലോട്ടല്ലെങ്കിലും എൻ ഡി എ സ്ഥാനത്ത് എൻ ഡി എയുടെ വക്കത്ത് പോയി നിന്നു. എന്താ വെച്ചാൽ അതിന്റെ ഒരു ഘടകകക്ഷിയാണ് 2020. അപ്പൊ അതിന്റെ വക്കത്ത് പോയി നിന്നിട്ട് ഈ പറയുന്നത് എന്തെങ്കിലും ന്യായീകരണം ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. തുടർന്ന് കേക്ക്, ഒരുപാടുണ്ട്. ബി ജെ പി വിഭാഗീയത വളർത്തുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമല്ലേ? ആ അഭിപ്രായത്തിൽ അഖിൽമാരാർ ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്ന് തെരഞ്ഞെടുപ്പിന്റെ ഇന്റർവ്യൂവിൽ ചോദിച്ചു. അപ്പോഴും പറഞ്ഞു അതേ അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുന്നു. എന്താ ഒമാന്ന് ഞാൻ പറയാൻ ഈ രാജ്യത്ത് ഭാരതവിരുദ്ധരില്ലേ? രാജ്യത്തെ നശിപ്പിക്കാൻ 24 എഴുതുന്ന ഫേസ്ബുക്ക് പോസ്റ്റ് 2018 നമ്മുടെ ഈ വിദ്യാർത്ഥി എഴുതാണ്. 2018 ഞാൻ എഴുതിയ ലേഖനമാണ്. സോഷ്യൽ മീഡിയ എന്ന വിഷയത്തിൽ ഉയർന്നു വരുന്ന യുവാക്കളുടെ ശബ്ദം രാഷ്ട്രീയ പാർട്ടികളെ തൂത്തറിയപ്പെടുന്നത് ബി ജെ പി വിരുദ്ധമാവുമെന്നതാണ് സത്യം. എന്തെന്നാൽ ഇന്ത്യയിൽ 2 രാഷ്ട്രീയം മാത്രമാണ് നിലവിലുള്ളത്. ഭാരതീയ സംസ്കാരത്തിൽ ഊന്നിയ ബി ജെ പി രാഷ്ട്രീയവും ഭാരത വിരുദ്ധ ബി ജെ പി വിരുദ്ധ രാഷ്ട്രീയവും. ഒന്നാം തരം ബി ജെ പിക്കാരെ സംസാരിക്കുന്നത്. അത് ഞാൻ എഴുതിയതിന്റെ അർത്ഥം ഞാൻ മറ്റുള്ളവർ പറയുന്ന രാഷ്ട്രീയമാണ്. അതായത് ഭാരത വിരുദ്ധ ഒരു കോമയുണ്ട്. ഫേസ്ബുക്കിലാണ് പോസ്റ്റ് ചെയ്തത്, ഇൻസ്റ്റയിലാണ്. അതെ അതെ. അതായത് ബി ജെ പി വിരുദ്ധ രാഷ്ട്രീയം രാജ്യവിരുദ്ധ രാഷ്ട്രീയം എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞോട്ടെ, പറയാൻ ഹാഷ്മിയുടെ കൃത്യമായ ഉത്തരം ഞാൻ പറയാം. അതായത് ഈ പോസ്റ്റ് ചെയ്തത് ഇൻസ്റ്റയിലാണ്. ഇൻസ്റ്റയിൽ ഞാൻ എഡിറ്റ് ചെയ്താൽ ഫേസ്ബുക്കിൽ എഡിറ്റ് വീഴത്തില്ല കേട്ടോ. അതുകൊണ്ടായിരിക്കും ഈ ഇൻസ്റ്റയിൽ ഫേസ്ബുക്കിലെ പോസ്റ്റിലെ കോമ കാണാത്തത്. കോമയുണ്ട്. എന്താ കോമാന്ന് ഞാൻ പറയാൻ കോമാന്ന് പറയാം. ഈ രാജ്യത്ത് ഭാരതവിരുദ്ധരില്ലേ? അതിനെന്താണ് ഉദ്ദേശിക്കുന്നത് എനിക്കറിയത്തില്ല. ഒരു കോമയില്ലേ ഈ ഇദ്ദേഹം എഴുതിയിട്ടതാണ്. ഫേസ്ബുക്കിൽ ഇപ്പോഴും കടപ്പുണ്ടെന്ന് ഹാഷ്മി പറയുന്നു. അപ്പം ഒരു കോമയില്ലേ? ഞാൻ ചോദിക്കട്ടെ സുഹൃത്തുക്കളെ, നമുക്ക് 2 തരം രാഷ്ട്രീയമുണ്ടെന്ന് അഖിൽമാരാർ അഭിപ്രായപ്പെടുന്നു. ഒന്ന്, ബി ജെ പി ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ അത് രാജ്യത്തോടൊപ്പം നിൽക്കും, അതായത് പക്ക ബി ജെ പി. അഥവാ ഈ രാജ്യത്തെ ഇഷ്ടപ്പെടുന്നില്ല, ബി ജെ പി എതിർക്കുന്നവരാണെങ്കിൽ എങ്ങനെയുള്ളവരാണ് രാജ്യത്തെ എതിർക്കുന്നവരാണ് എന്നാണ് അഖിൽമാരാർ അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പൊ അതെന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? അപ്പൊ പക്ക ഒരു ബി ജെ പിക്കാരൻ. അല്ലെങ്കിൽ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? അഖിൽമാരാർ ഒരു രാജ്യസ്നേഹി അല്ല, രാജ്യത്തെ എതിർക്കുന്ന വ്യക്തിയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം ഇത് പറഞ്ഞേക്കുന്ന അഖിൽമാരാർ തന്നെയാണ്. പക്ഷെ അഖിൽമാരാർ തുടക്കത്തിലേ പറഞ്ഞത് എന്താണ്?
താൻ ബി ജെ പിയെ വെറുക്കുന്നു, ബി ജെ പിയിലോട്ട് അവിടെ വർഗീയതയാണെന്ന് പറഞ്ഞാണ് വന്നേക്കുന്നത്. എന്നിട്ട് എഴുതി വെച്ചിരിക്കുന്നത് ഇത്. എന്നിട്ട് പറയുകയാണ് ഒരു കോമയില്ലേ, കോമയ്ക്ക് എന്താണ് ഇവിടെ പ്രസക്തി? ഇയാൾ തന്നെ ഇവിടെ എഴുതി വെച്ചിരിക്കുകയല്ലേ. അതാണ് എനിക്കും മനസ്സിലാകാത്തത്. എന്താണോ ആവും. അല്ലെന്നേ, ഭാരതീയ സംസ്കാരത്തിലൂടെ ബി ജെ പി രാഷ്ട്രീയവും ഭാരത വിരുദ്ധ ബി ജെ പി വിരുദ്ധ രാഷ്ട്രീയം ഞാൻ പറഞ്ഞത്. അതായത് രാജ്യസ്നേഹികളും രാജ്യവിരുദ്ധരും, രാജ്യസ്നേഹം മൊത്തം ബി ജെ പിക്കാരും അല്ലാത്തൊരു രാജ്യവിരുദ്ധരും. 3 പേർ അല്ല, അഖിൽമാരാണ് ബി ജെ പിക്കാരാണെങ്കിൽ RSS കാരാണെങ്കിൽ അത് തുറന്നു പറയാൻ ധൈര്യം. എനിക്കെന്താ പേടി? ഈ രാജ്യത്ത് ബി ജെ പിയിൽ പ്രവർത്തിക്കാൻ എനിക്ക് എന്തെങ്കിലും ഇവിടം തൊട്ട് അങ്ങ് തുടങ്ങുവാണ് സംഗതി. സത്യം പറയണം, ഇവിടം തൊട്ട് പുള്ളിയുടെ ഫൗണ്ടേഷൻ, അതായത് അഖിൽമാരാന്റെ ഫൗണ്ടേഷൻ തെറ്റിയ ഇതാണ്. ഇവിടുന്നേ പുള്ളിക്ക് പാളിപ്പോയി, അവിടുന്ന് കോൺഫിഡൻസ് ഒക്കെ ചോർന്നു പോയി. ഇവിടം തൊട്ട് നമ്മുടെ ഹാഷ്മി എന്താണ് ഈ അഖിൽമാരാർ ഒരു RSS അല്ലെങ്കിൽ BJP പക്ക BJP കാരനാണ് എന്ന് വരുത്തി തീർക്കുന്ന രീതിയിൽ ആ ട്രാക്കിലോട്ട് കൊണ്ടുവരികയും അവിടെ എന്താണ് ഹാഷ്മി ഉദ്ദേശിച്ച രീതിയിൽ ഈ സംഭവം പോർട്രേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഇംപ്ലിമെന്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അത് ഹാഷ്മിയുടെ ഒരു കഴിവാണ്. പക്ഷെ ഈ ഹാഷ്മി നിരത്തുന്ന ഓരോ ക്വസ്റ്റ്യൻസിനും ഓരോ കൗണ്ടറിനും ഡിഫെൻഡ് കൗണ്ടർ അടിക്കാൻ അഖിൽമാരാറിന് സാധിച്ചില്ല. അവിടെയാണ് അഖിൽമാരാറിന് ഇത് ബബ അടിച്ച് നിൽക്കേണ്ടി വന്നത്. അഖിൽമാരാർ കുറെ അധികം ഹിസ്റ്ററി കാര്യങ്ങൾ കുറെ അധികം എന്താണ് പഴയ നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികളൊക്കെ കൊണ്ടുവെക്കുന്നുണ്ട്. പക്ഷെ അതെല്ലാം ഹാഷ്മി അടിച്ച് നിരത്തി കൊടുത്ത് പൊളിച്ചടിക്ക് തൂത്തുവാരി നിലംപരിശാക്കി വിട്ടു എന്ന് മാത്രമേ പറയാനുള്ളൂ. ഒരു കൊടുങ്കാറ്റ് പോലെ കയറി അടിച്ച് തെരഞ്ഞടിച്ച് പോവുകയായിരുന്നു ചെയ്തത്. ഞാൻ 2020 പോയപ്പോ എന്നോട് ആദ്യം ചൂടായ സുരേഷ് ഗോപിയാണ്. നീ എന്ത് പരിപാടിയാണ് കാണിച്ചത്? BJPയുടെ പല നേതാക്കന്മാരും എന്നോട് ചോദിച്ചു, അതിൽ എന്തിനാണ് 2020 പോയത്? കൊട്ടാരക്കരയിൽ മത്സരിക്കാനുള്ള ആഗ്രഹം കൊണ്ടാണ് ഞാൻ പോയത്. ഞാൻ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. എന്നിട്ട് ഞാൻ BJP ചേർന്നില്ല. എന്താ കാര്യം? എനിക്കൊരിക്കലും ഒരു BJP കാരനാവാൻ പറ്റില്ല എന്നതുകൊണ്ടാണ് BJP ചേർന്നത്. അല്ല, എനിക്ക് എന്റെ മുന്നിൽ എന്താ തടസ്സം? പിന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ രണ്ട് ഭാരത രാഷ്ട്രീയ BJP, ഭാരത വിരുദ്ധ രാഷ്ട്രീയ BJP വിരുദ്ധം. ഇവിടെ 3 തരം രാഷ്ട്രീയം. അത് കോമയുണ്ടെന്ന് ഞാൻ വീണ്ടും പറഞ്ഞു. ഇൻസ്റ്റയിൽ നിങ്ങൾക്ക് പറയുന്നത് കോമ ഉണ്ടായെങ്കിലും കാര്യമില്ല. ഭാരത വിരുദ്ധ BJP വിരുദ്ധ രാഷ്ട്രീയം രാജ്യത്തെ നശിപ്പിക്കാൻ നടക്കുന്ന ഒരു വിഭാഗം ഉണ്ടെന്നേ. അതാരാണ്? BJP കാരനാണോ? അടുത്ത വിഭാഗം BJP വിരുദ്ധ മൂന്നാമത്തത്. അല്ല, മൂന്നാമത്തെ രണ്ട് രാഷ്ട്രീയം BJP വിരുദ്ധരും ഭാരത വിരുദ്ധരും. അതൊന്നും വർത്താനമാകില്ലേ? ഒന്നുകൂടെ വായിക്കും. അങ്ങനെ വായിക്കുന്നു. എന്തെന്നാൽ ഇന്ത്യയിൽ രണ്ട് രാഷ്ട്രീയം മാത്രമാണ്. രണ്ട് രാഷ്ട്രീയം. ഒന്ന് ഭാരതീയ സംസ്കാരത്തിലൂന്നിയ BJP രാഷ്ട്രീയവും ഭാരത വിരുദ്ധ BJP വിരുദ്ധ രാഷ്ട്രീയവും. ഭാരത വിരുദ്ധ BJP വിരുദ്ധ രാഷ്ട്രീയം. അതായത് ഭാരത വിരുദ്ധം എന്ന് ഞാൻ പറഞ്ഞാൽ ഈ രാജ്യത്തിന് അനുകൂലമായി ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയങ്ങൾ തുടക്കത്തിൽ രണ്ട് പാർട്ടികളെ ഉണ്ടെന്ന് പറഞ്ഞു. അത് ഇദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് അക്കൗണ്ട് അല്ലെങ്കിൽ ഇൻസ്റ്റാ അക്കൗണ്ടിൽ ഇദ്ദേഹം തന്നെ പോസ്റ്റ് ചെയ്തിട്ടതാണ്. അതേസമയം ഇതിനകത്ത് പറയുന്നു രണ്ടല്ലെന്നേ 3 തരത്തിലുള്ള ആൾക്കാരുണ്ടെന്ന് പറയുന്നു. അപ്പം ഇവിടുന്ന് എന്താണ് അളിയൻ ഉദ്ദേശിച്ചതെന്ന് എനിക്കറിയത്തില്ല. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് വ്യക്തമാക്കുന്ന ഒന്നല്ലെങ്കിൽ അഖിൽമാരാർ BJP കാരൻ, അല്ലെങ്കിൽ ഇദ്ദേഹം വിരുദ്ധയാണ്. അങ്ങനെ ഒരു മീനിങ് ആണ് എനിക്ക് ഇതിനകത്തും തോന്നിയത്. നിങ്ങൾക്ക് എന്താ തോന്നിയെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യണം കേട്ടോ. രാജ്യത്തെ ജനങ്ങളെ തമ്മിലടിപ്പിക്കാൻ നടക്കുന്ന ഒരു തരം രാജ്യവിരുദ്ധ മനോഭാവമുള്ളവർക്ക് രാഷ്ട്രീയമില്ലേ? അവര് കോൺഗ്രസ് അല്ല. ആദ്യ ഭാഗത്ത് ഒറ്റക്കെട്ടായി വോട്ട് ചെയ്യും, രണ്ടാമത്തെ വിഭാഗം 100 ചിഹ്നങ്ങൾ വോട്ട് ചെയ്യും. 2 വിഭാഗമേ ഉള്ളൂ. അതെ, പൗരത്വ വിഷയം അല്ല, ഞാൻ പറയുന്നത് അഖിലിന്റെ മനസ്സിൽ 2 രാഷ്ട്രീയം. ഒന്ന് BJP രാഷ്ട്രീയം, ഒന്ന് BJP വിരുദ്ധ രാഷ്ട്രീയം. അല്ലേ? ഇനി എനിക്ക് മറുപടി പറയാമല്ലോ. ഇവിടെ ഡൽഹിയിൽ 2014 അരവിന്ദ് കെജ്രിവാൾ മുഖ്യമന്ത്രിയാവാൻ കാരണക്കാരനായ ഒരു വലിയ സമരം ആളിക്കത്തി. അതിന്റെ ഗുണഭോക്താക്കൾ BJP ആയിരുന്നോ കോൺഗ്രസ് ആയിരുന്നോ? അതിന്റെ ഗുണഭോക്താക്കൾ BJP ആയിരുന്നു. അത് സംഘപരിവാറായിരുന്നു. ആയിക്കോട്ടെ, ഞാൻ പറയുന്നത് ഗുണഭോക്താക്കൾ അവിടെ ഈ ഡൽഹിയിൽ സപ്പോർട്ട് ചെയ്തു. ഒരുപക്ഷെ CJP സമരം RSS സപ്പോർട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും. രാജ്യത്ത് ജാമ്യ മിലിയയിൽ നടന്ന പൗരത്വ വിഷയവുമായി ബന്ധപ്പെട്ട് നടന്ന സമരം BJP സ്പോൺസർ അല്ല. നിങ്ങൾക്ക് എങ്ങനെ പറയാൻ പറ്റും? അപ്പം ഇതിന്റെ ഗുണഭോക്താക്കൾ അളിയന്റെ കഴിവ് എവിടെയാന്ന് വെച്ചാൽ നമ്മൾ ഒരു കാര്യം സംസാരിച്ചാല് പുള്ളി അഖിലേന്ത്യ കാര്യങ്ങൾ അല്ലെങ്കിൽ പാൻ ഇന്ത്യൻ അല്ലെങ്കിൽ അങ്ങനെ ഉള്ള സംഭവങ്ങൾ എടുത്തു വെച്ചിട്ട് കാട് കയറി അങ്ങോട്ട് എന്തൊക്കെയോ പറയും. അപ്പൊ നമുക്ക് ഇതിനെ കുറിച്ച് ചുക്കും ചുണ്ണാമ്പ് പറയാത്തവര് എന്തൊക്കെയോ പറഞ്ഞിട്ട് വലിയ വലിയ വാക്കുകള് കേൾക്കാൻ നല്ല സുഖമുള്ള വാക്കുകള് ആ ഒരു സംഭവം അങ്ങോട്ട് എടുത്തു. അപ്പൊ അതിന്റെ അർത്ഥം പറയാ വിതിമ്പിച്ച നമ്മുടെ ജഗദീഷ് പറയത്തില്ലേ, കാണാൻ നല്ല ഒരു ഗുമ്മുണ്ട് അതുകൊണ്ട് എടുത്ത് പ്രയോഗിച്ചെന്ന് പറഞ്ഞ പോലെ ഈ പുള്ളി എവിടേക്കോ പുസ്തകങ്ങൾ വായിക്കും. അങ്ങനെ വായിച്ചെടുത്ത് നിന്ന് അവിടുന്ന് ഇവിടുന്ന് കോട്ടെല്ലാം കൂടെ കുറെ പുള്ളിയുടെ കയ്യിലുണ്ട്, എടുത്തടിക്കാൻ പാകത്തിലുള്ള കോട്ടുകൾ കയ്യിലുണ്ട്. അതെന്ത് ചെയ്യും? അവിടെ ഇവിടെ ആയിട്ട് അങ്ങ് വിതറും. അതാണ് ആശാൻ രക്ഷപ്പെടാൻ. ഈ നാക്കില്ലായിരുന്നെങ്കിൽ പുള്ളി എന്റെ പൊന്നെ എനിക്കറിയത്തില്ല. നാക്കുള്ളതുകൊണ്ട് പുള്ളി അവിടെ ഇവിടെ പിടിച്ചു നിൽക്കുന്നുണ്ട്, മാക്സിമം പിടിച്ചു നിൽക്കുന്നുണ്ട്. പക്ഷെ പാളിപ്പോയി. അല്ല, ഞാൻ വെറുതെ പറയുന്നല്ല, അഖിൽ പറയുന്ന ഞാൻ സത്യം പറയുന്നല്ല. അതിന്റെ മുഖ്യ സംഘാടകനായിരുന്ന ഒരാൾ വന്ന് പറയുന്നു അത് സംഘ് സപ്പോർട്ട് പ്രോജക്റ്റ് ആയിരുന്നു, അവരുടെ ലക്ഷ്യം ആ സമയത്ത് റഷ്യൻ ചേഞ്ച് ആയിരുന്നു തുറന്നു പറയാണ്. ഇതിനകത്താണ് നിങ്ങൾ കൃത്യമായി അനലൈസ് ചെയ്യൂ. അരവിന്ദ് കെജ്രിവാൾ ഇന്ത്യയിൽ ഏറ്റവും വലിയ നരേന്ദ്രമോദി വിരുദ്ധനായിരുന്നു.
നരേന്ദ്രമോദി വിരുദ്ധ രാഷ്ട്രീയം നീ വിറ്റോ എന്ന് മനസ്സുകൊണ്ട് മോഡി ആഗ്രഹിച്ചു. കാര്യം നീ എന്നെ എതിർത്താൽ എന്നെ എതിർക്കുന്നവർ വോട്ടും കൂടെ നിനക്ക് കിട്ടും. എനിക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. അഖിലേ, ഞാൻ പറയുന്ന ഒരു മിനിറ്റ് ഇത് കേട്ടിട്ട് ശരിയോ തെറ്റോ എന്ന് ചിന്തിക്കുക. ഒരിക്കൽ നരേന്ദ്രമോദിക്കെതിരെ സദാസമയവും ആഞ്ഞടിച്ചുകൊണ്ടിരുന്ന കെജ്രിവാൾ മനസ്സിലാക്കി ഇനി മോഡി രാഷ്ട്രീയം മാറ്റിവെച്ച് പതുക്കെ ലക്ഷ്മി ദേവിയെ നോട്ടിലേക്ക് കൊണ്ടുവരാം, ഹനുമാൻ സേവ ചെയ്യാം. അന്നേരം മോദി എന്താ ചിന്തിച്ചത്? നീ ഇത്രയും നാളും മോദി വിരുദ്ധ രാഷ്ട്രീയം വിറ്റിട്ട് ഇപ്പം നീ വിൽക്കാൻ പോകുന്നത് ഞാൻ വിറ്റോണ്ടിരുന്ന സാധനമാണ്. ഞാൻ മാല കച്ചവടം ചെയ്തപ്പോൾ നീ തേങ്ങ കച്ചവടം ചെയ്യുന്ന എനിക്ക് കുഴപ്പമില്ല. പക്ഷെ നീ എന്റെ കച്ചവടം നീ ചെയ്യാൻ തുടങ്ങിയാൽ നിന്നെ എനിക്ക് കൂട്ടിക്കാൻ അറിയാം. അതിനുശേഷമാണ് കെജ്രിവാളിനോട് തകർച്ച ആരംഭിച്ചത്. അതിന് പറയുന്നത് രാജ്യത്ത് രണ്ടേ പൊളിറ്റിക്സ് ഉള്ളൂ. ഒന്ന് ബി.ജെ.പി പൊളിറ്റിക്സ്, രാജ്യസ്നേഹ പൊളിറ്റിക്സ്. ദേശീയ തലത്തിൽ ഏത് രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടുന്നു? രാഷ്ട്രീയം രാഷ്ട്രീയവും രാജ്യവിരുദ്ധരുടെ മറ്റു ഇതര നൂറുകണക്കിന് രാഷ്ട്രീയം ഞാൻ ഇപ്പൊ ഹാഷ്മി ഒരു വാർത്ത വായിക്കുമ്പോ ആ വാർത്ത പർട്ടിക്കുലർ വാർത്തയുടെ ശരികൾ ഒരുപക്ഷെ ബി.ജെ.പിക്ക് ഒപ്പമായിരിക്കും എന്ന് കരുതി ഹാഷ്മി ബി.ജെ.പി കാരനാവോ? ഞാൻ സ്വതന്ത്ര കാഴ്ചപ്പാടിൽ എഴുതിയതാണ്. ഈ പുള്ളി എനിക്കറിയത്തില്ല കേട്ടോ. ഇതെന്റെ കാഴ്ചപ്പാടാണ്, എന്റെ നിലപാടാണ്. ഞാൻ സ്വതന്ത്രമായിട്ട് ചിന്തിച്ചുകൊണ്ട് എഴുതുന്നത്. നമ്മളൊരു കാര്യം ആലോചിക്കാം. നമ്മളൊരു സംഭവം പോസ്റ്റ് ചെയ്യുന്നു, അത് നമ്മളൊരു കാര്യം എഴുതി പോസ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ അടിയുറച്ച് വിശ്വസിക്കുന്നു. ഞാൻ അങ്ങനെയാണ്, എന്റെ അഭിപ്രായം അതാണ്. ഇപ്പൊ ഞാനൊരു കാര്യം നിങ്ങളോട് പറയുമ്പോഴും എന്റെ അഭിപ്രായമാണ് നിങ്ങളോട് പറയുന്നത്. അതുപോലെ തന്നെയാണ് ഞാൻ സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് എഴുതിയിട്ട് അതെന്റെ അഭിപ്രായമാണ്. അപ്പൊ അതിനെ വളച്ചൊടിച്ച് ഇങ്ങനെ റൂട്ടെത്തി യൂട്ടേൺ അടിച്ചു പോകുന്ന അഖിൽമാരാർ ഇതിനെയൊക്കെ ന്യായീകരിക്കുന്ന അഖിൽമാരാണ് നമ്മൾ സമ്മതിച്ചു കൊടുക്കണ്ടേ? ഒരു രക്ഷയില്ല. ഞാൻ പറയുന്നത് എന്ന് പറയുന്ന ഒരു ചലച്ചിത്ര സംവിധായകനെ യോഗി ആദിത്യനാഥ് രാജ്യദ്രോഹ കേസിൽ കുടിക്കുന്ന പറഞ്ഞാൽ നിങ്ങൾ ഇവിടെ 4 ദിവസം ചർച്ച നടത്തിയാണ്. അഖിൽമാരാർക്കെതിരെ രാജ്യദ്രോഹ കേസ് എടുത്തപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് നടന്നത്. എന്നെ സഹായിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. അന്ന് ഒരു സുരേഷ് ഗോപിയെ വിളിച്ച് സഹായിക്കാനുണ്ടായിരുന്നു. കോടതിയിൽ കെട്ടിവെക്കേണ്ട പൈസയെങ്കിലും ഞാൻ നിനക്ക് തരാന്ന് പറഞ്ഞു. ഞാൻ മേടിച്ചില്ല. കോൺഗ്രസ് ആരും പോലും ഉണ്ടായിരുന്നില്ല. എന്റെ പൊന്നെ, നന്നായി. എങ്ങനെ ഈ പുള്ളിയെ സഹായിക്കാൻ വരും? ഇതല്ലേ അവസ്ഥ. നമ്മൾ ഇന്ന് സഹായിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ നാളെ നമ്മൾ ഏറി കയറും. കാരണം ഇന്ന് പറയുന്നല്ല, ഈ ഒരു പ്രോഗ്രാമിനകത്ത് തന്നെ 1, 2, 3 സെക്കൻഡ് മിനിറ്റിനൊക്കെ ആണ് പുള്ളി നിലപാട് മാറ്റുന്നത്. അപ്പൊ നമ്മൾ എങ്ങനെ വിശ്വസിക്കും ഇത്? അപ്പത്തേക്ക് ഇദ്ദേഹത്തിന്റെ കൂടെ ആരെങ്കിലും നിൽക്കാന്ന് വിചാരിക്കുക. നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളത് ഇദ്ദേഹം നാളെ ഒരു മാറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ ഒരു സ്വഭാവമുണ്ട്. മാറ്റി പറഞ്ഞു കഴിഞ്ഞാൽ കൂടെ സഹായിക്കാൻ വരുന്നതിനും കൂടെ നാളെ 3G ആകും. ആ അവസ്ഥയാണ്. അതുകൊണ്ട് ആരും വരത്തില്ല. ഏക്കാലും സുരേഷ് ഗോപി അതിനകത്തൊക്കെ എടുത്ത് പിടിച്ചിടുന്നുണ്ട്. അടുത്തത് 2-3 കൊല്ലം 2 മാസം കൊണ്ട് അഖിൽ കഴിച്ചു. അഖിലിനെ പോലെ ചോദിച്ചു നന്നായി. പിഷാരടി ഇത് പറയാനുള്ള സാഹചര്യം എന്ന് പറയുന്നത് ഇലക്ഷൻ സമയത്ത് പല ആൾക്കാരും ചോദിക്കും, ഈ അഖിൽമാരാർക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ എന്താ യോഗ്യത? ഇത് ഒരാൾ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ സർക്കാസിക്കലി തിരിച്ചു ചോദിക്കുന്നത് എന്താണ് പിഷാർ? സിനിമാ മേഖലയിൽ നിന്ന് വന്ന മറ്റൊരാളാണല്ലോ, എന്താണ് പിഷാരടിയുടെ യോഗ്യത? ഈ മറു ചോദ്യം എന്താണെന്ന് പോലും മനസ്സിലാക്കാതെ, അതായത് മാധ്യമങ്ങൾ എന്താ ടൈറ്റിൽ കാർഡ് അടിച്ചിറക്കി പിഷാരടിക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ എന്താണ് യോഗ്യത അഖിൽമാരാണ്. അപ്പൊ ഇദ്ദേഹത്തെ ഞാൻ പരിഹസിച്ചു എന്ന രീതിയിലാക്കി ഇദ്ദേഹത്തിന്റെ മുന്നിൽ പലരും കാരണം ആയിക്കോട്ടെ. മഹാത്മാഗാന്ധി ഉൾപ്പെടെ അടിച്ചു നോക്ക്. ഗാന്ധി പറഞ്ഞിട്ടുണ്ട് പിഷാരടി ഇദ്ദേഹത്തെ ശ്രദ്ധിക്കുന്നില്ല എന്ന് പറഞ്ഞത് അത് തെറ്റാണ്. പിഷാരടി അന്ന് പറഞ്ഞ ഓരോ കാര്യങ്ങളും വളരെ കൃത്യമാണെന്ന് ഈ ഒരു പരിപാടിയിൽ അഖിൽമാരാർ തെളിയിച്ചിട്ട് പോയിട്ടുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിനിറ്റുകൾക്ക് നിലപാടും അഭിപ്രായങ്ങളും ട്വിസ്റ്റ് ചെയ്ത് ഇങ്ങനെ ഓടിക്കളിക്കുകയാണ്. അപ്പൊ എന്താണേലും നമ്മുടെ പിഷാരടി പറഞ്ഞതിലൂടെ 100-110% ഉറപ്പാണ്. പുള്ളി മാറ്റി പറയാം. അത് പിഷാരടി അന്ന് ഇദ്ദേഹത്തെ ശ്രദ്ധിക്കുന്നില്ല എന്ന് പറഞ്ഞതിൽ ഒരു തിരുത്തുണ്ട്. നന്നായിട്ട് ശ്രദ്ധിച്ച് വാച്ച് ചെയ്തിട്ട് പുള്ളിയുടെ ക്യാരക്ടർ നന്നായിട്ട് മനസ്സിലാക്കിയതിനു ശേഷമാണ് ഇങ്ങനെ ഒരു അഭിപ്രായം എന്താണേലും പറഞ്ഞു വെച്ചത് കേട്ടോ. ഗാന്ധിയുടെ നിലപാടുകളെ കുറിച്ചുള്ള ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞു ഞാൻ പറഞ്ഞത് ഈ ലോകത്ത് ഞാൻ എന്നെ ഗാന്ധിയുടെ കമ്പയർ ചെയ്തത് വോട്ട് ചെയ്തതാണ്. ഞാൻ എന്റെ നിലപാട് പറയാം. ഞാൻ പറഞ്ഞത് ഗാന്ധി തന്നെ ഒരിക്കൽ പറഞ്ഞ കാര്യമാണ്. അതായത് നിങ്ങൾ എന്നോട് ഒരിക്കൽ ചോദിച്ച ചോദ്യത്തിന് ഞാൻ അന്ന് നൽകിയ ഉത്തരം തന്നെ ആയിരിക്കില്ല ഞാൻ പിന്നീട് നൽകുന്നത്. കാരണം ആ നിലപാടുകൾ മാറും. പക്ഷെ ആ നിലപാട് സത്യത്തിനൊപ്പമാണോ? എന്റെ നിലപാട് സത്യത്തിനൊപ്പമാണോ എന്ന് മാത്രം നിങ്ങൾ പരിശോധിച്ചാൽ മതി. പിന്നെ ഒരു ലോകത്തിന് ആർക്കായാലും ഒറ്റ നിലപാടുണ്ടാവും. കാര്യം നമ്മുടെ അച്ഛൻ, അമ്മ ചൂണ്ടി കാണിച്ചാലോ നമ്മുടെ അച്ഛൻ, അത് നമ്മൾ മാറ്റും. അമ്മ ഇതല്ല നിന്റെ അച്ഛൻ എന്ന് പറഞ്ഞാൽ അമ്മ എന്ന് പറയുന്ന അന്ന് നീ മാറ്റി പറയും. DNA ടെസ്റ്റ് നടത്താൻ നിൽക്കുവോ? മംഗലചരും എന്തുവാണ് അഖിൽമാരാർ ഇത്? നിങ്ങൾ എന്തുവാണ് ഇതിനകത്തൊന്ന് പറഞ്ഞു വെക്കാൻ ഉദ്ദേശിക്കുന്നത്? ഗാന്ധിയെ ഇഷ്ടമല്ല, പക്ഷെ ഗാന്ധിയുടെ വാക്കുകൾ കോട്ട് ചെയ്ത് പറയും. ഇതിനകത്ത് തന്നെ അഖിൽമാരാർ പറയുന്നത് എനിക്ക് ഗാന്ധിയെ ഇഷ്ടമല്ല, പക്ഷെ ഗാന്ധിയുടെ വാക്കുകൾ ഞാൻ കോട്ട് ചെയ്ത് പറയും. അതേതാണ്. പിന്നെ ഒരു കാര്യം, അച്ഛൻ
നമ്മൾ അച്ഛനെ മാറ്റി പറയും എന്നാണ് അമ്മ എന്നാണ് ഇതല്ല നിന്റെ അച്ഛൻ എന്ന് പറയുന്ന സമയത്ത് അച്ഛനെ മാറ്റി പറയുമെന്നാണ് പറഞ്ഞത്. അപ്പം നമ്മൾ അങ്ങനെ നമ്മൾ അച്ഛനാണെന്ന് വിശ്വസിച്ചിരുന്ന ആള് അമ്മ ഒരു നിമിഷം മാറ്റി പറയുമ്പോൾ നമ്മൾ ചോദിക്കും അതെന്താ കാരണം. ചോദ്യങ്ങൾ വരും, അമ്മയ്ക്ക് നേരത്തെ ചോദ്യങ്ങൾ വരും. അത് തന്നെയാണ് ഇവിടെ സെയിം എന്താണ് അഖിൽ മാരാറുടെ വിഷയത്തിലും ചോദ്യങ്ങൾ ചോദിക്കും. അഖിൽ മാരാർ ഒരു കാര്യം മാറ്റി പറയുമ്പോഴത്തേക്ക് കേട്ടോണ്ടിരിക്കുന്ന ജനങ്ങള് ചോദ്യങ്ങൾ ചോദിക്കും, അതെന്താണ് ഇങ്ങനെ മാറ്റി പറഞ്ഞത്, അതാണ് ഇപ്പൊ കടന്നുകൊണ്ട് ഉരുളേണ്ടി വരുന്നത്. അത് വേറെ ഒന്നുമില്ല. എന്തുവാണ് ഇയാളെ തല്ലാനുള്ള പണി ഇയാള് തന്നെ ഇട്ട് കൊടുക്കുവാണ്. ഒരു രക്ഷയില്ല കേട്ടോ, ഒരു രക്ഷ. നിങ്ങൾ തീർച്ചയായിട്ടും ഇതിൽ കാണണം കേട്ടോ. തിരിച്ച് ഒരു നമ്മൾ സ്കിപ്പ് ചെയ്യത്തില്ല. എന്നാൽ അതുമാതിരിയുള്ള വിട്ടിത്തം കടന്ന് പറയുന്നുണ്ട്. സ്കിപ്പ് ചെയ്യാതെ നമ്മളിരുന്ന് കണ്ടുപോകും. 2 എപ്പിസോഡ് നമ്മൾ കണ്ടുപോകും. മാധവമേനോന്റെ അച്ഛനാന്ന് പറഞ്ഞു നീലകണ്ഠൻ അല്ലെന്ന് പറഞ്ഞു. പറയുന്നത് ഈ പരമമായ സത്യം എന്ന് പറഞ്ഞൊന്നുമില്ലല്ലോ, ആവശ്യമല്ല. സത്യം ആവശ്യമാകാം. സത്യം ചേർന്ന് നിൽക്കുന്നത് എന്തിനൊപ്പമാണെന്നുള്ള ഞാൻ മത്സരിക്കാൻ ആഗ്രഹിച്ചത് എനിക്ക് വേണമെങ്കിൽ ബിഗ് ബോസ് വിന്നറായി 50 ലക്ഷവും കാറും ഒരു ഇന്റർവ്യൂവിന് ഒരു ഉദ്ഘാടനത്തിന് 5 ലക്ഷം രൂപ മേടിച്ചോണ്ട് സുഖമായി ജീവിക്കാം. എനിക്ക് പിണറായി വിജയനെ പറയേണ്ട ഒരു കാര്യമില്ല. ഞാൻ പിണറായി വിരുദ്ധ പറഞ്ഞതാ. ബിഗ് ബോസിൽ പോകുന്നതിനേക്കാൾ ലുലുവിൽ മുണ്ടുപോയി കാണിക്കുന്നതാണ് അവസരം കിട്ടുമ്പോൾ നേരെ ബിഗ് ബോസിലേക്ക് പോവുകയും ചെയ്യും. കോൺഗ്രസിലെ സ്ഥാനാർത്ഥി കിട്ടാതാവുമ്പോൾ നേരെ NDA ഫോണ്ടിലേക്ക് പോവുകയും ചെയ്യും. ഇല്ല പക്കാ നിലപാടുമാണെന്നാ പറയുന്നത്. ഗാന്ധിയോട് കമ്പയർ ചെയ്യലേ മോശമാണ് ഗാന്ധിക്ക്. പറഞ്ഞത് ഇവിടെ ഒരു സത്യമാണ്. ഇദ്ദേഹം നേരത്തെ പറഞ്ഞിട്ടുണ്ട് എന്താണ് ബിഗ് ബോസിൽ പോകുന്നതിന് ബദൽ ലുലുമാളി പോയി മുണ്ടുപോക്കി കാണിക്കുന്നതാണ്. അതുപോലെ കോൺഗ്രസിൽ ഇതുപോലെ തന്നെ അവിടുന്ന് ചാടി NDA സ്ഥാനാർത്ഥി NDA എന്താണ് 2020 ചാടി. എന്നിട്ടെല്ലാം വന്നിട്ടിരുന്ന് മെഴുകുകയാണ്. സർവ്വടത്തും കിടന്ന് മെഴുകുകയാണ്. അത് തന്നെയാണ് ഹാഷ്മി ഇപ്പൊ ചോദിച്ചത്. അപ്പൊ ഹാഷ്മി ഇത് ചോദിക്കുമ്പോഴും അഖിൽ മാരാറിന് മെഴുകാൻ ആൻസർ ഉണ്ട്. അത് വളഞ്ഞ് യൂട്ടേൺ എടുത്ത് നമ്മൾ പറഞ്ഞ പോലെ അത് തിരിഞ്ഞ് S എടുത്ത് Y എടുത്ത് ഇങ്ങനെ വന്നിട്ട് വളഞ്ഞ് മൂക്കെ പിടിച്ചാണ് അഖിൽ മാരാറിന് ആൻസർ കൊടുക്കുന്നത്. ഇതിന്റെ വലിയ കാര്യമുണ്ടോ? വലിയ കാര്യമുണ്ടോ? കാരണം ഫൗണ്ടേഷനെ പുള്ളിയുടെ കയ്യിൽ നിന്ന് പോയിട്ട് നിൽക്കുകയാണ്. എന്തായാലും കൊള്ളാം. മുഖ്യമന്ത്രി അധികാരത്തിൽ വന്നിട്ട് ഒരു 5 കള്ളത്തരം ജനത്തെ പറ്റിച്ചു. ഞാൻ എന്റെ ജീവിതത്തിൽ ഒരു തരം പറ്റിച്ചിട്ടില്ല. ഞാൻ ബിഗ് ബോസിൽ പോയാലും പോയില്ലെങ്കിലും അത് എന്നെയും എന്റെ കുടുംബത്തെ മാത്രം ബാധിക്കുന്ന കാര്യമാണ്. ഞാൻ കോൺഗ്രസ്സുകാരുടെ പുറകെ ഒന്നും എനിക്ക് സീറ്റ് വേണമെന്ന് നടന്നിട്ടില്ല. ഞാൻ മുഖ്യമന്ത്രിക്കെതിരെ പറഞ്ഞപ്പോൾ മുഖ്യമന്ത്രിക്കുമായി അനുകൂലമായി എനിക്ക് ഒരുപാട് ആൾക്കാരുടെ ഇഷ്ടം വന്നപ്പോ കോൺഗ്രസ് അത് മുതലാക്കാൻ ശ്രമിച്ചതാണ്. ഞാൻ ഒരിക്കൽ എന്നെ തള്ളിപ്പറഞ്ഞ പ്രസ്ഥാനം ഇതേ കൊടുക്കുന്ന സുരേഷ് 50,000 രൂപ വെച്ച് തന്നെ 3 പരിപാടിക്ക് വിളിച്ചിട്ടുണ്ട്. ഞാൻ ഒരു പരിപാടിക്ക് ഫ്രീ ആയിട്ട് പോയിട്ടില്ല. എല്ലാ പരിപാടി നോട്ട് ദ പോയിന്റ്. ഞാൻ ഒരു കോൺഗ്രസ്സുകാരുടെയും പുറകിന് പോയിട്ടില്ല എന്ന് ഇവിടെ അഖിൽ മാരാർ എടുത്തു പറയുന്നുണ്ട്. അതേ അഖിൽ മാരാർ ഈ പ്രോഗ്രാമിൽ നിന്ന് തന്നെ കോൺഗ്രസ്സുകാരുമായിട്ട് MLA സീറ്റ് മത്സരിക്കാൻ നിൽക്കുന്നതിനെ പറ്റി വളരെ വ്യക്തമായിട്ട് പറയുന്നു. അതുപോലെ തന്നെ എന്താണ് രമേശ് ചെന്നിത്തല ഇതിനകത്ത് പിടിച്ചിടുന്നുണ്ട്. ഇന്നത് പറയാതെ പറഞ്ഞു വെക്കുന്നുണ്ട്. അല്ല പറയാതെ പറഞ്ഞെന്ന് പറയുന്നില്ല, വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവും. എന്താണ് ഇന്ന് ക്യാബിനറ്റ് യോഗത്തിലിരിക്കുന്ന ഒരു എന്റെ കയ്യിലിരിക്കുന്ന വോയിസ്, അതായത് അഖിൽ മാരാറുടെ കയ്യിലിരിക്കുന്ന വോയിസ് റെക്കോർഡ് പുറത്ത് വിടുവാണ്. ഇന്ന് ക്യാബിനറ്റിൽ ഇരിക്കുന്ന ഒരു മന്ത്രി നാറുമെന്ന് പറയുന്നുണ്ട്. അതേസമയം അഖിൽ മാരാർ പറയുന്നുണ്ട് ആ മന്ത്രി ഏതാണെന്ന് ഹാഷ്മി ചോദിക്കുമ്പോഴത്തേക്ക് അഖിൽ മാരാർ അവരുടെ ക്ലൂ പോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്താണ് എന്താണ് ഈ സീറ്റ് ഉണ്ട്, അഖിലിന് പറ്റിയ സീറ്റ് എന്താണെന്ന് വെച്ചാൽ ഞാൻ നോക്കട്ടെ എന്നിട്ട് വ്യക്തമായിട്ട് പറയാമെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞിട്ടുണ്ട് എന്നും പറയുന്നുണ്ട്. അപ്പൊ ഇത് നമ്മൾ ഫുള്ളും കാണുന്ന ഒരാൾക്ക് വ്യക്തമാണ്. രമേശ് ചെന്നിത്തല ഇതിനകത്ത് പിടിച്ചിട്ടിട്ടുണ്ട്. എന്താണ് VT സതീഷിനെ പിടിച്ചിട്ടുണ്ട്. പിന്നെ സന്ദീപ് വാര്യറിനെ ഇതിനകത്ത് പിടിച്ചിട്ടുണ്ട്. എന്തിന്റെ ആവശ്യകതയാണ് എനിക്കറിയത്തില്ല. ഇങ്ങനെ എന്താണ് ഉദ്ദേശിക്കുന്നത്? അപ്പൊ ഇതിനകത്ത് തന്നെ ഈ കോൺഗ്രസിന്റെ കാര്യത്തിൽ തന്നെ ഇങ്ങനെ മൂന്ന് തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ് മാറി 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 പറയുന്നുണ്ട്. എന്നിട്ടാണ് ആശാൻ വന്ന് ന്യായീകരിക്കുന്നത്. പരിപാടിക്ക് പറഞ്ഞ പൈസ നൽകി ഇവരെന്നെ വിളിച്ചെന്തിനാ? ഇവർക്ക് വേണ്ടിയിട്ടാ, എനിക്ക് വേണ്ടിയിട്ടല്ല. എന്റെ ഒപ്പം അന്ന് ജനങ്ങളുണ്ടെന്നും എന്റെ അഭിപ്രായങ്ങൾ ശരിയാണെന്ന് ജനത്തിന് ബോധ്യം ഉണ്ടായതുകൊണ്ടും ആ ജനങ്ങളെ ഞങ്ങൾക്ക് വേണമെന്ന് കരുതി കോൺഗ്രസ് പല വേദികളും ഇന്ത്യ എന്നല്ല ഞാൻ എവിടെ പോകും. എന്റെ ലക്ഷ്യം എന്റെ നിലപാടെന്ന് വെച്ചാൽ നിലപാട് ജനങ്ങളെ പലപാടെന്ന് പറയട്ടെ. എന്റെ നിലപാട് എന്റെ നാട്ടിൽ എന്റെ ജനങ്ങൾക്ക് ഒപ്പം നിൽക്കുക എന്നുള്ളതാണ്. അതാണ് നിലപാട്. ആ നിലപാട് ആരെന്നെ സഹായിക്കുന്നോ അവരോടൊപ്പം നിൽക്കുക. അവിടെ എന്നെ ആകെ തടയുന്നൊരു ഘടകം BJP-ക്കാരെ എനിക്ക് കൊട്ടാരക്കര സീറ്റ് തരുന്നത് അതിനൊരു തടസ്സമൊന്നുമില്ല. പക്ഷെ അത് എനിക്ക് തടസ്സമാണ്. കാര്യം എനിക്ക് ഞാൻ BJP-യുടെ എല്ലാം തന്നെ ആയിരിക്കാം. ഒരു വർഗീയത പറഞ്ഞാൽ എനിക്ക് ന്യായീകരിക്കാൻ പറ്റത്തില്ല. ഉത്തരേന്ത്യയിൽ കിടക്കുന്ന ഏതെങ്കിലും ഒരുത്തം പറയുന്ന ഹിന്ദു മുസ്ലിം മതവിദ്വേഷം എനിക്ക് ഇവിടെ ന്യായീകരിക്കാൻ പറ്റില്ല. കാര്യം അത് അടിസ്ഥാനപരമായി പറ്റാത്തതുകൊണ്ടാണ്. കേരളത്തിൽ ഉൾപ്പെട്ടാവുന്നുണ്ടോ? ഒരിക്കലുമല്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ 3 വർഷം കൊണ്ട് സംഖ്യ ആക്കിയിട്ടുണ്ട്. എന്താ കാര്യം? സവർക്കറെ പിന്തുണച്ചു. എമ്പുരാൻ വിഷയത്തിൽ പൃഥ്വിരാജിനെ തള്ളി പറഞ്ഞു. സുരേഷ് ഗോപി ജയിക്കുമെന്ന് മുൻകൂട്ടി പറഞ്ഞു. കോൺഗ്രസ്സുകാരനാണ് ഇത് പറയുന്നത്. കോൺഗ്രസ്സുകാർ ഈ അളിയനെ പിന്നകത്ത് സവർക്കറെ പിന്തുണച്ചുകൊണ്ട് വരുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോൾ പറയും ഇതിനകത്ത് സവർക്കറാണ് എന്റെ എന്താണ് മോട്ടിവേഷൻ, അത് മറ്റേ മറിച്ചത് എന്നുള്ള രീതിയിൽ പറഞ്ഞു വെച്ചിട്ട് കുറെ കഴിയുമ്പോൾ പറയും സവർക്കർ അല്ല, എന്താണ് സുഭാഷ് ചന്ദ്രബോസ് ആണ് പുള്ളിയുടെ മോട്ടിവേഷൻ എന്ന് പറയും. അതിനു മുമ്പ് ഗാന്ധിജി എന്ന് പറഞ്ഞു.
എനിക്കറിയത്തില്ല ഇയാൾ ഇതിനകത്ത് എന്തൊക്കെ തന്നെയാണ് പറയുന്നത്. എത്ര തരം ക്യാരക്ടർ ഇതിനകത്ത് എക്സ്പോസ് ആയിട്ടുണ്ടെന്ന് അറിയോ ഈ അഖിൽമാരാരുടെ? നിങ്ങൾ കേട്ടു നോക്ക്. രാമക്ഷേത്രത്തിൽ പോകില്ല എന്ന് നിലപാട് സ്വീകരിച്ചു. എന്നിട്ട് സവർക്കറെ പ്രൊമോട്ട് ചെയ്യും. സവർക്കർ എനിക്ക് എന്തുകൊണ്ട് പ്രൊമോട്ട് ചെയ്തോളാം? സവർക്കർ ഈ രാജ്യത്ത് ചെയ്ത ദ്രോഹം എന്താ? അല്ല, ഈ സവർക്കർ എന്ന് പറഞ്ഞാല് അവർക്ക് ഹിന്ദുത്വമാണ്, ഹിന്ദുത്വത്തെ ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് പിടിക്കുന്ന ഒരു വേവാണ്. അപ്പം സവർക്കറെ പ്രൊമോട്ട് ചെയ്യും, പക്ഷെ എന്താണ് രാമക്ഷേത്രത്തിൽ പോകത്തില്ല. പക്ഷെ ബിജെപിയുടെ വക്കത്ത് പോയി, ചാണകത്തിന്റെ വക്കത്ത് പോയി നിൽക്കും. അതായത് 2020 പോയി നിൽക്കും, പക്ഷെ ചാണകത്തിലോട്ട് ചാടത്തില്ല, വക്കത്ത് നിൽക്കും. എന്ത് തരം സംഭവമാണ് ഇതിനകത്ത് ഇയാൾ ഉദ്ദേശിക്കുന്നത്? സീരിയസ്ലി എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾക്ക് എന്തൊക്കെയാ മനസ്സിലാവുന്ന വെച്ചാൽ തീർച്ചയായിട്ടും ഒന്ന് കമന്റ് ചെയ്ത് പറ കേട്ടോ. വട്ടി പിടിക്കും. നമ്മൾ ചിരിക്കാറുണ്ടെങ്കിലും ഇത് എന്താണ് ഞാൻ പറയുന്നത്, നമ്മൾ ഏതൊക്കെ ലോകത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത് ഒരു നിമിഷം നമ്മൾ ആലോചിച്ചു പോകും. അതാണ് സവർക്കർ രാജ്യത്തെ ദ്രോഹം എന്താ? സവർക്കർ പ്രൊമോട്ട് ചെയ്ത് എങ്ങനെയാണ്? എനിക്ക് സവർക്കറിനും എനിക്ക് മഹാത്മാഗാന്ധിയെക്കാട്ടും ഇഷ്ടമാണ് സുഭാഷ് ചന്ദ്രബോസിനെ. എനിക്ക് ഗാന്ധിയോടൊന്നും ഒരു അരി ആരാധനയില്ല. ഗാന്ധിവധത്തിൽ പ്രതിചേർക്കപ്പെട്ട കുറച്ചു മുമ്പ് ഗാന്ധിയുടെ കോട്ട് ചേർത്ത് പറഞ്ഞതാണ്. എന്നിട്ടാണ് പറഞ്ഞത് എനിക്ക് ഗാന്ധിയോടൊന്നും ഒരു അനുകമ്പയും ഒരു ബഹുമാനവും ഇല്ലെന്ന് പറഞ്ഞത്. അപ്പൊ കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഗാന്ധിയുടെ വാക്കുകൾ എടുക്കാം. അറിയില്ലടേ. നിയമത്തിന്റെ പഴയ രക്ഷപ്പെട്ടു പോയ മുടിയനായ പുത്രൻ തിരികെ വന്നാൽ ബ്രിട്ടീഷുകാരെ അങ്ങയുടെ പൈതൃകമാകാൻ എനിക്ക് എന്താണ് വഴി എന്ന് പറഞ്ഞ് ദാസ്യത്തിന്റെ ഭാഷയിൽ മാപ്പെഴുതി കൊണ്ട് സവർക്കർ പ്രൊമോട്ട് ചെയ്യും. അതേസമയം രാമക്ഷേത്രത്തിൽ പോയില്ല. എന്നിട്ട് ബ്രിട്ടീഷർ എന്നിട്ട് രാമക്ഷേത്രത്തിൽ പോയില്ല. ഞാൻ ഇത് രണ്ടിന്റെ ഉത്തരം പറഞ്ഞുതരാം. രാമക്ഷേത്രത്തിൽ പോകത്തില്ല എന്ന് പറഞ്ഞത്, ഒന്ന്, എനിക്ക് ശ്രീരാമനോട് വലിയ ആരാധനയുള്ള ഒരു ഹിന്ദു ഭക്തനല്ല ഞാൻ. ഒന്ന്. ഇനി രണ്ട്, ഒരിക്കൽ അവിടെ ഒരു മുറിവേറ്റ പ്രദേശം, അതായത് ബാബറി മസ്ജിദായിട്ട് നിന്നൊരു പ്രദേശത്ത് മുസ്ലിങ്ങൾക്ക് ഒരുപാട് വേദന ഉണ്ടായിരുന്ന ഒരു പ്രദേശത്ത് ഒരു ക്ഷേത്രം ഉയർത്തി വെച്ചിട്ട് നിന്റെയൊക്കെ പൊളിഞ്ഞ പള്ളിയിൽ ഞങ്ങളുടെ ക്ഷേത്രം ഇതാ നിൽക്കുന്നു, നീ വന്ന് പ്രൊമോട്ട് ചെയ്യും എന്ന് പറഞ്ഞ് ആ ക്ഷേത്രത്തെ പ്രൊമോട്ട് ചെയ്യാം. പിന്നെ എനിക്ക് അച്ഛനെ കൊണ്ട് തന്നതാണെന്നേ പറഞ്ഞോട്ടെ. രാമക്ഷേത്രം എനിക്ക് അച്ഛനെ കൊണ്ട് തന്നതാണെന്ന് എന്റെ മതത്തെയും എന്റെ സംസ്കാരത്തെയും എന്റെ രാജ്യത്തിനെയും എതിരെ വരുന്ന ഒരു കാര്യത്തെ ഞാൻ ഡിഫെൻഡ് ചെയ്താൽ എന്നെ ആ നിമിഷം പിടിച്ച് സംഖ്യയാക്കുക. കണ്ടോ, ഇപ്പൊ തന്നെ ഇയാൾ എന്താണ് പറഞ്ഞത്? ഒരു കാര്യം പറഞ്ഞിട്ട് രാമക്ഷേത്രത്തിൽ ഞാൻ പോകത്തില്ല എന്ന് പറയുമ്പോഴത്തേക്ക് എന്നിട്ട് അവിടുന്ന് അന്ന് തറക്കല്ലിട്ട് അക്ഷരം കൊണ്ട് തന്നില്ല വെച്ചപ്പോ അക്ഷരം കൊണ്ട് തന്നതാണ്, ഞാൻ ഇതിനെ ഇത് ചെയ്തതാണ്, സപ്പോർട്ട് ചെയ്തതാണെന്ന് ഒറ്റ സെക്കൻഡ് മാറ്റി പറയുകയാണ്. സെക്കൻഡ് സവർക്കറെ ന്യായീകരിക്കാൻ എനിക്ക് കൃത്യമായ റീസൺ ഉണ്ട്. കാശ്മീർ പറഞ്ഞു മാപ്പ് കൊടുത്തവർ എന്തിനാണെന്നേ ഈ വീട്ടുതരങ്ങളിലും ജയിലുമായിട്ട് 15-50 വർഷം കിടന്നത്. എവിടെ കിടന്നതാ? ഞാനാണെങ്കിൽ കൊടുക്കില്ല, 50 മാപ്പ് കൊടുക്കില്ല, 50 മാപ്പ് എഴുതി കൊടുക്കില്ല. എന്റെ സവർക്കർ ആരാധന 50 സവർക്കർ ആരാധന ആണെന്ന് പറഞ്ഞോട്ടെ, 500 മാപ്പ് എഴുതി കൊടുക്കും. സവർക്കർ ആരാധന എനിക്ക് സവർക്കർ ആരാധന ഇത് ഞാൻ മറുപടി പറയാൻ കേൾക്കുന്നത്. സവർക്കർ എന്ന് പറഞ്ഞാല് അങ്ങനെ ഒരു ബ്രിട്ടീഷ് ആളിനെ ജനത്തെ കൊന്നൊടുക്കിയതിന്റെ കാരണത്താൽ എന്താണ് ജയിലിൽ പോയി കിടന്നു. അപ്പത്തേക്ക് മാപ്പ് എഴുതി കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹത്തെ ജയിൽ വിമുക്തനാക്കി. അതാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഇവിടെ അഖിൽമാരാർ പറയുന്നത് എന്താണ്, ഞാനാണേലും എഴുതി കൊടുക്കും, 9 അല്ല 50 എന്താണ് എഴുതി കൊടുക്കും എന്നാണ് പറയുന്നത്. അപ്പൊ എന്തൊക്കെയായാലും കൊള്ളാം.